ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. ഈ ഉപ്പുമാവിന് പ്രത്യേകിച്ച് യാതൊരു കൂട്ടാൻ്റെയും ആവശ്യമില്ല. നമുക്കിത് വെറുതെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ സാധിക്കും. അതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു സാധനം ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പുമാവ് ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ലാതെ സാധാ ഉപ്പുമാവ് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിലും ഈ സെയിം മെത്തേഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയ ഒന്നലന്നെ തൊടാത്ത ഉപ്പുമാവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനായിട്ട് ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയ ശേഷം അരമുറി സവാള കൊത്തി അരിഞ്ഞതും, പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരി അനുസരിച്ച് നിങ്ങൾക്ക് മുളക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി നല്ലതുപോലെ കൊത്തി അരിഞ്ഞതാണ്. കറിവേപ്പിലയും ഇടണം, പക്ഷെ എൻ്റെ ഇപ്പോൾ കറിവേപ്പില ഇല്ല. കാരണം നല്ല മഴയാണ് എന്ന് ഓഫീസ് വിട്ട് വരുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ കയറി വരും, അങ്ങനെ അങ്ങ് മറന്നു പോകും മേടിക്കാൻ. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കടലപ്പരിപ്പ്, അതുപോലെ ഉഴുന്ന് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ചേർക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇതിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നല്ലോണം അങ്ങ് മൂത്ത് ബ്രൗൺ കളർ ആവണ്ട, ഒരു 1/4 പരുവമൊക്കെ ആയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഞാനിപ്പോ 1/2 ഗ്ലാസ് റവയാണ് എടുക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്, പച്ച റവയല്ല, അതായത് റോസ്റ്റ് ചെയ്ത റവ. 1/2 ഗ്ലാസ്സിന് ഞാൻ ആ സെയിം ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് മാത്രം നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് അതിന് കറക്റ്റ് ആയിരിക്കണം ആ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്. ഇനി നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പിന്റെ കണക്കെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി മുമ്പിട്ട് നിൽക്കണം, അതാണ് കണക്ക്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു. നമുക്കിനി തീ തീരെ കുറച്ച ശേഷം കുറേശ്ശെയായിട്ട് റവ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. റവ ഒരുമിച്ചെല്ലാം കൂടി ഇടരുത്, ഇതുപോലെ കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതിയേ. ചെറിയ തീയിൽ തന്നെ ഇട്ട് വേണം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാൻ. കാരണം നന്നായിട്ട് ഇളക്കിയില്ല എങ്കിൽ ഇടയ്ക്ക് റവയ്ക്കകത്ത് വെള്ളം കയറാതെ അവിടെ റവ അതുപോലെ പച്ച റവയായിട്ട് കിടക്കും. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതാണോ ഒന്നേലൊന്നേ തൊടാത്ത ഉപ്പുമാവ് എന്ന് പറഞ്ഞ മൊത്തം കട്ട പിടിച്ച് കുഴഞ്ഞു പോയല്ലോ എന്ന് പേടിക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു മുട്ട ചിക്കി വെച്ചിരിക്കുന്നതാണിത്. അതായത് ഒരു പാനിൽ ലേശം എണ്ണ ഒഴിച്ച ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ലേശം ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കണം. ഒരു 3 മിനിറ്റ് എങ്കിലും ആവി പോവാതെ ഇങ്ങനെ നല്ലതായിട്ട് അടച്ചു വെച്ചേക്കണം. ഇതിപ്പോ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഞാൻ ദേ ഫോർക്ക് വെച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചുടച്ച് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, പാത്രത്തിന്റെ അടിയിൽ അത് കൊള്ളല്ലേ. അത് കൊണ്ടാല്, ആ സ്പൂൺ കൊണ്ടാൽ അത് പോറൽ വീഴും. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് വേണേ ചെയ്യാൻ. ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചിടുമ്പോൾ ഒട്ടും കുഴയാത്ത നല്ല ഉപ്പുമാവ് നമുക്ക് കിട്ടും. ഇപ്പൊ തന്നെ നോക്കിക്കേ എത്രത്തോളം അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്നവർ കുഴഞ്ഞു പോകുന്നു എന്ന് പരാതി പറയുന്നവര് ഞാൻ ഈ കാണിച്ച മെത്തേഡ് ഇതുപോലെ ചെയ്താൽ മതി. ഇതിൽ മുട്ട ഇടുന്നെടുത്ത് അത് ഇടണ്ടാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം. ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. കണ്ടില്ലേ എന്ത് നല്ല സോഫ്റ്റ് ആണെന്ന്, നല്ല പഞ്ഞി പോലുള്ള ഉപ്പുമാവാണ് ഇത്. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ലേശം ഒന്ന് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാ. വേറെ ഒരു കൂട്ടാന്റെ ആവശ്യമില്ല. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നതാ. പ്രത്യേകിച്ച് ജോസാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇതായിരിക്കും കൊടുക്കുന്നത്. കാരണം ജോസാൻ ഒത്തിരി ഇഷ്ടമായത്, കാരണം വേറെ കൂട്ടാന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഒരു കട്ടൻ കാപ്പിയും കൂടെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മുടെ നല്ലൊരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ഇത് ഇതുവരെ ഇതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.